ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത്. എപ്പോഴും കിച്ചൺ ഡ്യൂട്ടി ചെയ്യുമ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ ചെയ്യുന്നത് ഇതുപോലെ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിടുക എന്നുള്ളതാണ്. പുറത്തെ കാഴ്ചയും കിച്ചൺ ഡ്യൂട്ടിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു മഴയും ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും. പിന്നെ ഞാൻ എൻ്റെ ചായ, ഇതെനിക്ക് മസ്റ്റാണ്, രാവിലത്തെ ഒരു ഗ്ലാസ് കാലിച്ചായ. ഒരു വർഷത്തിൽ തന്നെ പല പല സീസൺസ് വന്നു പോകുന്നത് കൊണ്ട് തന്നെ ഈ പ്രകൃതിയിലെ കാഴ്ചകളും നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരാറുണ്ട്. അതായത് വേനൽക്കാലത്തുള്ള കാഴ്ച ആയിരിക്കില്ല നമുക്ക് മഴക്കാലത്ത് നോക്കുമ്പോൾ പുതിയ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയി. അതുപോലെ ഇലപൊഴിയും കാലം, വസന്തകാലം, ഇവയൊക്കെ നമുക്ക് പ്രകൃതിയിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ടല്ലേ. പറഞ്ഞു വന്നത് വേറൊന്നല്ല, നമ്മൾ ഈ ജനൽ തുറക്കുമ്പം എപ്പോഴും ഒരേ കാഴ്ച അല്ലല്ലോ. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കിച്ചണിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ കറി, ഇന്ന് നമ്മൾ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി നമ്മളിതാ തക്കാളിയൊക്കെ നല്ല രീതിക്ക് വേവിച്ചെടുത്തിട്ടുണ്ട്. ശേഷം തക്കാളി നല്ല പോലെ വെന്തതിന് ശേഷം അയില ഇട്ട് കൊടുക്കാൻ വേണ്ടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കള്ളൊഴിച്ച ദോശയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ പൊങ്ങി വന്നത് ഞാൻ നല്ല പോലെ അതൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ട്. ഇനി ഞാൻ ഫ്രിഡ്ജിൽ നോക്കുന്നത് എന്താണ് തോരൻ വെക്കുക എന്നുള്ളതാണ് കേട്ടോ. തോരൻ വെക്കാൻ നോക്കുമ്പം മിക്കപ്പോഴും ഡൗട്ട് അടിക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എന്താ പറയുക ഡൗട്ടൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അതിൻ്റെ പിറ്റേന്ന് നമുക്ക് എപ്പോഴും ഒരു ഡൗട്ട് അടിക്കാറുണ്ട്, എന്താണ് തോരൻ വെക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഒരു കക്കിരിക്ക എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കക്കിരിക്ക എടുത്തപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് താലോരിക്ക വറക്കാം, അത് പിന്നെ വറക്കാം എന്നുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ അതവിടെ വെച്ച് താലോരിക്ക ഞാനെടുത്ത് ടേബിളിൽ വെച്ചു. പിന്നെ നമ്മുടെ കറി ഏതാണ്ട് ഇത് തക്കാളിയൊക്കെ നല്ല പോലെ ഉടഞ്ഞതിന് ശേഷം അതിലേക്കുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയലയാണ് കേട്ടോ. അപ്പം അത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴല്ലേ ഇവിടെ പെട്ടെന്ന് വേവുന്നതുകൊണ്ട്. അപ്പോൾ അത് താലോരിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ദോശ ചുട്ടെടുക്കാനുണ്ട് കേട്ടോ. ദോശ ചുടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പല പല കാര്യങ്ങളും ചെയ്യും കേട്ടോ. അപ്പോൾ ദോശ നല്ലപോലെ ദൻഷുവിന് ഇപ്പം രാവിലെ തന്നെ വണ്ടി വരും കേട്ടോ, 8:45 അപ്പം അതിനിടയ്ക്ക് അവന് സെറ്റ് ആക്കണം നമ്മൾ. നമ്മുടെ കിച്ചണിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഇവൻ ഒരാളില്ലെങ്കിൽ ഒന്നും നടക്കില്ല അല്ലേ. അപ്പോൾ കറിക്കുള്ള ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കി അതൊക്കെ ഇട്ടു. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കറിവേപ്പില പറിക്കാനായിട്ട്. അങ്ങനെ അതും കൂടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ധനുഷ് എണീച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7:10 ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ അമ്മയുടെ മേലെ കയറിയിട്ടുണ്ട് അവൻ എണീച്ച ഉടനെ തന്നെ. അപ്പോൾ എൻ്റെ കറിയൊക്കെ നല്ല രീതിക്ക് പതച്ച് ഞാനത് പുറത്ത് വാങ്ങി വെച്ചു. രാവിലെ തന്നെ കിടന്ന് ഇവൻ ഈ അലമ്പുണ്ടാക്കുന്നത് എന്തോ ദേശത്തിൻ്റെ പുറത്താണെന്ന് ആ സൗണ്ട് കേൾക്കുമെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും പുള്ളി വിരുന്ന് വിളിക്കുന്നതല്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതൊക്കെ അവിടെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ചായ വെക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ധൻഷുവിന് എല്ലാ സമയവും ഞാനങ്ങനെ ചായ കൊടുക്കാറില്ല കേട്ടോ. രാവിലെ സമയത്ത് വെള്ളമാണ് കൊടുക്കാറുള്ളത്. ധൻഷുവിന് 11 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആപ്പിളാണ് കൊടുത്തു വിടുന്നത്. അപ്പം ഞാനത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ എടുത്ത് അതവിടെ കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം അതിലേക്ക്. അപ്പം അതവിടെ അടച്ചു വെച്ചു. പിന്നെ വന്നിട്ട് നമ്മളെ ചായ അപ്പോഴത്തേക്കും തിളച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ചായ ഉണ്ടാക്കിയപ്പോഴത്തേക്കും കുറച്ച് കടുപ്പം കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ബാലൻസ് ചെയ്യാൻ ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ചു. എന്നാലും കുറച്ച് കടുപ്പം കൂടുതലാണ് എപ്പോഴത്തേനും അപേക്ഷിച്ച്. പിന്നെ നമ്മളെ തോരനിലേക്ക് വേണ്ടുന്ന തേങ്ങയാണ് ഞാൻ ഈ ചിരകി എടുക്കുന്നത്. അമ്മ താലോരിക്ക് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി എനിക്ക് കാര്യമായിട്ട് ധനുഷുവിൻ്റെ ടിഫിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമ്മൾ രാവിലത്തെ കിച്ചണിൽ യൂസ് ചെയ്ത പാത്രങ്ങളും ഉണ്ട്. അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഇപ്പം നമ്മുടെ കറിയും വറവും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കിച്ചണൊന്ന് ഒതുക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത പരിപാടി. പിന്നെ ഇനി ധനുഷുവിൻ്റെ ടിഫിനും ഒന്ന് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ഒച്ചപ്പാട് കേൾക്കുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒട്ടുമിക്ക വീട്ടിലുള്ള അവസ്ഥ തന്നെയായിരിക്കും ഫുട്ബോൾ പ്രേമികളെ കൊണ്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെയാണ് അവിടെ കാണുന്നത്. അവിടെ കളി വെച്ച് കാണുന്നുണ്ട് കേട്ടോ.
കല്യാണമൊക്കെ കഴിയുന്നതിന് മുന്നേ ഞാനും ഇത് ഇരുന്ന് കാണാറുള്ള ഒരാൾ തന്നെയായിരുന്നു. പിന്നെ ഇപ്പം ഇതങ്ങനെ കാണാറില്ല, കാരണം അങ്ങനെ ഇരുന്ന് കാണാനുള്ളൊരു സമയം നമുക്ക് കിട്ടാറില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ചായ ധൻഷുവിന് ഇന്ന് കൊണ്ടു കൊടുത്തിട്ടുണ്ട്, അതവൻ അവിടെ വാങ്ങി വെച്ചാണ് കേട്ടോ. ഇങ്ങനെ പൊത്തി പിടിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ആള് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതാണേ. പിന്നെ അത് ആൾ നല്ല രീതിക്ക് അവിടെ കളി കണ്ട് അതിൽ മുഴുകിയിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ധൻഷുവിന് ചായയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഷീറ്റ് ഇടുന്നുണ്ട്, അതിൻ്റെ പണി കംപ്ലീറ്റ് ആയില്ല കേട്ടോ, ഇത്രയേ ആയുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതുവഴി ഒന്ന് നടന്ന വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അവിടേക്ക് ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി. ചെടികളൊക്കെ ഉണ്ട്, അതൊന്നും അമ്മേൻ്റെ ചെടികളാണ് കേട്ടോ, അതൊക്കെ ഒന്ന് നോക്കിയതാണേ. കയറൊക്കെ കെട്ടിയിട്ടിട്ട് കണ്ടു അവർ പണിയെടുക്കുമ്പം അതിൻ്റെ ചില്ലകളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊന്ന് നോക്കിയതാണ്. പിന്നെ അതാ തിരിച്ച് വേഗം അകത്ത് കയറി. ഇനി ധൻഷുവിന് കൊണ്ടുപോകാനുള്ള മുട്ട, ഉച്ചക്കത്തെ ചോറിന് ലഞ്ച് ബോക്സിലേക്കുള്ള മുട്ടയും അതൊക്കെ ഞാൻ ഒന്ന് വറുത്തെടുക്കുക. ഇന്ന് വറക്കലല്ല, നമ്മളിന്ന് ഓംലേറ്റ് ആണ് ഞാൻ കൊടുക്കുന്നത്. മുട്ടയാകുമ്പോൾ അവൻ കഴിക്കാറുണ്ട്, പൊതുവേ സ്കൂളിൽ കൊണ്ടുപോകുന്നത് കഴിക്കുന്നുണ്ട് എന്ന് എനിക്ക് എന്താ പറയുക, ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. അത് കൊടുത്തു വിടുമ്പം എനിക്കൊരാശ്വാസമാണ്. പുള്ളി വീണ്ടും അവിടെ നിന്ന് എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ ആകുന്നുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്ക് പോയി വീഡിയോ എടുക്കുന്നത് കേട്ടോ, ഒച്ചപ്പാടൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അങ്ങനെ മുട്ട അവിടെ വെച്ചതിന് ശേഷം നമ്മുടെ ആപ്പിൾ കഴുകിയെടുക്കാം. ഇതൊരു അരമണിക്കൂറിന് മേലെയായി ഞാനിതിലേക്ക് പുതിർത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്താ മുട്ട ഞാനൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. വളരെ ചെറിയ തീ വെച്ചെടുത്തുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടേ അത് കുക്കാവത്തുള്ളൂ. അപ്പോൾ അതിന് ധൻഷുവിൻ്റെ ആപ്പിൾ കട്ട് ചെയ്ത് അതിൻ്റെ സ്നാക്ക് ബോക്സിലേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിലിടയ്ക്ക് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒരു നല്ല തുണി വെച്ച് ഞാൻ അത് തുടച്ചെടുത്ത് അങ്ങനെ ആപ്പിൾ മുറിച്ചിട്ട് ഇതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചോറിലേക്കുള്ള മുട്ടയും ഞാനത് അതിൻ്റെ മേലെ തന്നെ, ഒരുപാട് പാത്രങ്ങൾ കൊടുക്കുമ്പം നമ്മുടെ ടീച്ചർമാർക്ക് അത് മാനേജ് ചെയ്യാനും പിന്നെ കുട്ടികൾക്കും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മുട്ട ഞാൻ അതിൻ്റെ മേലെ തന്നെ വെച്ചിടുന്നു, കാരണം അവർ കുഞ്ഞു കുട്ടികളാണല്ലോ. അപ്പോൾ ഇതാ സ്നാക്ക് ബോക്സ്, ലഞ്ച് ബോക്സ്, അതൊക്കെ വെള്ളം അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ധൻഷു ഇന്ന് കളറാണ് കേട്ടോ, ബുധനാഴ്ച എല്ലാ ദിവസവും അവർക്ക് കളറാണ്. അപ്പോൾ കളർ ഡ്രസ്സ് അത് ഞാൻ തേച്ചെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ, ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ്റെ ബുക്ക്, പിന്നെ അവന് സ്ലേറ്റിൽ എഴുതാനുള്ള പെൻസിൽ. ഈ പെൻസിൽ എത്ര കൊടുത്താലും എല്ലാ ദിവസവും അവന് പിന്നെയും കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. എന്താണോ അവ ഈ പെൻസിൽ വെച്ച് ചെയ്യുന്നത്. അങ്ങനെ ഇതാ അവൻ്റെ ബാഗിൽ എല്ലാതും ഞാൻ എടുത്തു വെച്ചു. പിന്നെ കുട്ടി ഇപ്പോഴും ചായ കുടിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അവൻ്റെ ചെരുപ്പ് ക്ലീൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാനതൊന്ന് ജസ്റ്റ് തുടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ധൻഷുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അവനെവിടെ ഇരുത്തിയിട്ട് ഞാൻ പൗഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവനിങ്ങനെ എല്ലാ ദിവസവും പൗഡർ ഇട്ട് കൊടുക്കുന്ന ശീലം എനിക്കില്ല, പക്ഷെ ചില ദിവസം എനിക്ക് തോന്നും ഇട്ട് കൊടുക്കുക, അങ്ങനെ അന്നേരം ഇട്ട് കൊടുക്കുക കേട്ടോ. ധൻഷു ആണെങ്കിൽ അവിടുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൗഡർ എടുത്ത് ഞാനിതാ തിരിച്ച് വരുമ്പോഴത്തേക്കും ഈ കുപ്പായ ഇടാത്ത മനുഷ്യനെ കൊണ്ട് തോറ്റട്ടോ. അപ്പം അതിന് ഞാൻ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് ഉന്തി പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ധൻഷുവിന് എത്ര പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അവൻ ഓരോരയാണ് കേട്ടോ. ഒന്നുകിൽ അവൻ്റെ കുപ്പായം എടുത്തിട്ട് അല്ലെങ്കിൽ തോർത്തെടുത്തിട്ട്, എപ്പോഴും തോർത്തെടുത്തിട്ടാണ് വരക്കാറുള്ളത്. ഇന്ന് അവന് കുപ്പായാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. മതി മതി രസം. ഇനിയിപ്പോൾ ഞാൻ ധൻഷുവിന് ചന്ദനം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവന് സ്കൂളിൽ കൊണ്ടുപോകുമ്പം ഇപ്പം വാച്ച് കെട്ടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. കാരണം ഈ കുട്ടികളൊക്കെ വാച്ചിൻ്റെ ലൈറ്റ് കത്തിച്ച് കളിക്കുക അങ്ങനത്തെ കുറേ പരിപാടികളായതുകൊണ്ട് തന്നെ PTA മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വാച്ച് കെട്ടിക്കൊടുക്കണ്ട എന്നുള്ളത് കേട്ടോ. കാരണം ഇവർ ഈ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഫുൾ ടൈം കളി ചിലപ്പോൾ അതിനെ കൊണ്ടായിരിക്കും, അതുകൊണ്ടാണ് അവരത് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം വാച്ച് കെട്ടാറില്ല. പിന്നെ അവൻ ഒരേ വാശിയാണ് അവൻ്റെ വീടിൻ്റെ മേലെ അവൻ്റെ ഡ്രസ്സ് ആറിയിടണം എന്നുള്ളത് കേട്ടോ. വണ്ടി വരാനുള്ള ആ ഒരു ഗ്യാപ്പിൽ വെറുതെ ഇരിക്കണ്ട എന്നുള്ള ഭാവത്തിൽ ഞാൻ അവന് സ്ലേറ്റും പെൻസിലും എടുത്തു കൊടുത്തിട്ടുണ്ട്. തലേന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞപ്പം കുട്ടി ഇതാ ഇരുന്ന് എഴുതുന്നുണ്ട്. അപ്പോഴത്തേക്കും വണ്ടീൻ്റെ ഓണടി കേട്ടപ്പോൾ എന്താ പോയിട്ടുണ്ട് കേട്ടോ, ഓടിപ്പോയിട്ടുണ്ട്. ധൻഷു സ്കൂളിൽ പോകുന്നത് വരെയുള്ള സമയത്ത് ഇവിടെ മൊത്തത്തിലൊരു ബഹളവും തിരക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തവും പിന്നെ അതിന് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവത്തില്ല കേട്ടോ.
ധനുഷ് ചില ദിവസം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഭയങ്കര സങ്കടം ഫീൽ ചെയ്യും കേട്ടോ. കാരണം ഇനി 3:30 വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ. ഇപ്പോഴാണെങ്കിൽ 4 മണി ആവാറുണ്ട് അവൻ സ്കൂളിൽ വിട്ട് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അതൊക്കെ കഴിഞ്ഞ് അവനൊക്കെ പോയി നമ്മൾ കുറച്ച് സമയം കളിയൊക്കെ കണ്ട് അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ രണ്ടാളും ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഹസ്ബൻഡ് ഇന്ന് ഓഫീസിൽ പോകുന്നില്ല, കാരണം പുള്ളിക്ക് പനി കഴിഞ്ഞ് അതിൻ്റെ നല്ല ക്ഷീണത്തിലിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ വേറൊരു പനിയുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്, സജി എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അവർ രണ്ടാളും പനിയെക്കുറിച്ചാണ് വാദോരാണ് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എൻ്റെ ഈ ബാഗിൽ ഞാൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒത്തിരി ഒന്നുമില്ല, ഉള്ളതൊക്കെ ഞാൻ ഇതിലേക്ക് പൊറുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പം അതെല്ലാം കൂടി ഇതിലേക്ക് കുത്തി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നെടുത്ത് ഞാനിതാ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. ഇതൊന്നും എന്നും ചെയ്യുന്ന കാര്യമില്ല, എനിക്ക് തോന്നുമ്പോൾ മാത്രം ചെയ്യും കേട്ടോ.